Assalamualaikum all, welcome back to my YouTube channel Super Mom Series എന്ന ഫെബിയാണ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ഒരു വ്ളോഗാണ്, ഒരു ഡെയിലി വ്ളോഗ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു, നമുക്ക് കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ഗ്യാതറിംഗ് ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബ്രോക്കലി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളാപ്പവും പിന്നെ അതിൻ്റെ കൂടെ ബ്രോക്കലി എഗ് സ്ക്രാമ്പിൾഡാണ്. ഇത് പീൽഡ് ഗാർലിക്കാണ് കേട്ടോ. ഇത്തവണ ഇതുപോലൊരു പാക്കിങ്ങിലാണ് വന്നത്. നോർമലി ലൂസായിട്ടായിരുന്നു വാങ്ങാറ്. ഇതിപ്പം കുറച്ച് എയർ ടൈറ്റ് ആക്കിയിട്ടുള്ള രീതിയിൽ ചെറിയൊരു പാക്കിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിത് പോട്ട് എടുത്തിട്ടുണ്ട്. തലേന്ന് എടുത്ത് കുക്ക് ചെയ്ത ഒരു പോട്ട് തിരിച്ച് അതിലേക്ക് വെക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം, ഞാൻ ഈ ഡിസ്പ്ലേ റാക്കിൽ വെക്കുന്ന എല്ലാ ഐറ്റംസും സ്ഥിരം യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കും, ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ തിരിച്ചു വെക്കും. ഞാനിതിൽ കാണിക്കുന്ന ഒരുവിധം ഐറ്റംസിൻ്റെ എല്ലാം തന്നെ പ്രൈസും ഡീറ്റെയിൽസും, അതായത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാസ്റ്റ് ചെയ്യേണ്ട ഒരു പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വെള്ളാപ്പ ചട്ടിയും അതും എടുത്ത് വെച്ചിട്ടുണ്ട്. UAE ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല ഒരു തണുപ്പുള്ള കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്നത് അലയിലാണ്. ഇവിടെ പൊതുവേ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകാറുണ്ട്. വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു എനർജി കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ക്യാമ്പിങ്ങും ഔട്ടിങ്ങും സംഭവങ്ങളും എല്ലാമായിട്ട് ഭയങ്കര രസമാണ് ഇവിടെ വിൻ്റർ. നവംബർ ഡിസംബർ ടൈമാണ് അതിന് പറ്റിയൊരു ടൈം. ജാനുവരി ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നാറില്ല. കാരണം സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പാണ് ജാനുവരി ആകുമ്പോഴേക്കും ഉണ്ടാകുക. ആ സമയത്ത് വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പൺ ആകുന്നതും ജാനുവരിയിലാണ്. നോർമലി ഞാൻ വിചാരിക്കാറുണ്ട് വിൻ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്, ശരിക്കും മക്കൾക്ക് ലീവ് കൊടുക്കേണ്ടത് ജാനുവരിയിലാണ്. കാരണം ആ ഒരു ടൈമിലാണ് ഭയങ്കര തണുപ്പ്. രാവിലെ എണീക്കാൻ തന്നെ ഒരു മൂഡുണ്ടാവില്ല. എന്താ പറയുക, മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് സ്കൂളിലേക്ക് അയക്കലെല്ലാം ഒരു വലിയ ടാസ്ക്കായിട്ട് തോന്നും. ആർക്കും, ഇപ്പം നമുക്കായാലും കിച്ചണിൽ കയറി പണിയെടുക്കാനുള്ളൊരു മൂഡ് വരെ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പാണ്. കിടന്നുറങ്ങാൻ, കൂടി പൊതിച്ച് ഉറങ്ങാനുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും എപ്പോഴും ജാനുവരി ആകുമ്പോൾ. പിന്നെ ഒരു ജാനുവരി എൻഡൊക്കെ ആയി ഫെബ്രുവരി ആകുമ്പോഴേക്ക് തണുപ്പൊക്കെ കുറഞ്ഞു വരും. എന്നാൽ ഈ തണുപ്പ് ഏകദേശം ഒരു മാർച്ച് പകുതി അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് വരെ ഒരു നല്ലൊരു കാലാവസ്ഥയിലാണ് ഉണ്ടാകാൻ. എഗ് സ്ക്രാമ്പിൾ വിത്ത് ബ്രോക്കലി, അതാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ബ്രോക്കലി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിൾ ആണ് ബ്രോക്കലി. നമ്മളെന്തായാലും ഇടയ്ക്ക് ഈ ഒരു വെജിറ്റബിൾ നമ്മുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം എന്ന് പറഞ്ഞാൽ മീഡിയം ടു ബിഗ് സൈസ് എടുക്കാം. പിന്നെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ ബ്രോക്കലി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കണം. നോർമലി കഴുകുന്നത് ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കും, അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കും ബ്രോക്കലി. അതിനുശേഷം അതിൻ്റെ ഓരോ പീസസും എടുത്ത് വെച്ചിട്ട് അതിനകത്തൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ മെനക്കെട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇത് നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടി ചെയ്യുകയാണ്. പൊതുവേ ഒന്നും അതിനകത്ത് കാണാറില്ല ഞാൻ. എന്നിരുന്നാലും ഒരു സമാധാനത്തിനാണ് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം തക്കാളി, പച്ചമുളക്, പിന്നെ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം. അപ്പോഴേക്കും അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം കുരുമുളകാണ്. കുരുമുളക് പൊടിയും പിന്നെ ഗ്രീൻ ചില്ലിയാണ് ഇതിലേക്ക് വരുന്ന മെയിനായിട്ടുള്ള സ്പൈസ് പാർട്ട്. അപ്പം ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള ഗ്രീൻ ചില്ലിയും കുരുമുളകും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രോക്കലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നല്ല രീതിയിൽ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ ബ്രോക്കലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞാലാണ് പിന്നെ എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം, കാരണം ബ്രോക്കലി അത്യാവശ്യം കുക്കാവണല്ലോ. എൻ്റെ ഡിഷസിലെല്ലാം തന്നെ ഗാർലിക്കും മല്ലിയിലയും വിട്ടിട്ടുള്ള കളിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ 2 ഐറ്റംസും. ഗാർലിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇടുന്നത് അത്യാവശ്യം നല്ലോണം ഇടുകയും ചെയ്യും. എന്താണെന്നറിയാം, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉള്ളി സോട്ടായതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു, പച്ചമുളക്, വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ വക ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് സോയ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒന്ന് വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ബ്രോക്കലി ആഡ് ചെയ്യലാണ്. ബ്രോക്കലി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കുക്കായതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയ രീതിയിൽ ഗ്രേവി വേണമെന്ന് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലൂസ് പരുവത്തിൽ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നല്ലത്. നമുക്ക് ചപ്പാത്തി, വെള്ളപ്പം, ദോശ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം തന്നെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോസിൽ കാണുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് UAE അല്ലെങ്കിൽ മറ്റ് GCCയിലുള്ളവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ഇന്നേ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ലിങ്ക് ഇട്ട് തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് എൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അവിടെയും ലിങ്ക് തരാം കേട്ടോ. വേറെ പ്രോഡക്റ്റ്സ് നല്ല സെയിലാണുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ വന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ബ്രോക്കലി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കോഫി ഇടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ചായയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്യുന്നുണ്ട്. തലേന്ന് ഉണ്ടാക്കിയ ലസാനി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി, അതും കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് ചൂടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ അതങ്ങനെ അവിടെ കിടക്കും. ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കുറേശ്ശെ എടുത്തിട്ട് അതങ്ങ് തീർന്നോളൂ. ഹസ്ബൻഡ് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഓരോ ഞാനും കൂടി കഴിച്ചു. ബാക്കി പിന്നെ അമനും ഇനായയാണുള്ളത്. അവരെന്തായാലും കുറച്ച് ലേറ്റായിട്ട് കഴിക്കാൻ നിൽക്കുള്ളൂ. ഇനായനെ എഴുന്നേൽപ്പിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം അവളുടെ കൂടെ തന്നെ 2-3 വേറെയും ആൾക്കാരുണ്ട് കിടന്നുറങ്ങുന്നു. ഇതിനെക്കുറിച്ച് അവൾ തലേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ കൂടെ ഉണ്ടാകുമ്പം അവൾക്കൊരു ലോൺലി ഫീൽ ഇല്ല, അവൾക്ക് ആരെല്ലോ കൂടെ ഉള്ളത് പോലെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട് ഒരുക്കുന്ന ഡ്യൂട്ടി അവൾക്കാണ്. അത് വീട് സെറ്റപ്പ്, ബെഡ് വിരിക്കലും സെറ്റപ്പ് ആക്കലെല്ലാം അവളുടെ ഡ്യൂട്ടിയാണ്. മുൻപ് ഇത് സാറയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇനായയിലേക്ക് മാറിയിട്ടുണ്ട്. സ്കൂളില്ലാത്ത ദിവസം മാത്രമാണ് കേട്ടോ ചെയ്തു തരൂ. സ്കൂളിലെ ദിവസമെല്ലാം പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ, അവളുടെ ബെഡ് വിരിച്ച് അവളങ്ങ് പോവും. പിന്നെ ഈ പണികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇതിപ്പം ഈ വീക്കെൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അവൾ ഉള്ള സമയത്താണെങ്കിൽ അവളും കൂടി ഹെൽപ്പ് ചെയ്യും. കുറച്ച് തലേന്ന് ഗ്രോസറീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇനി അതിൻ്റെ ഓരോ സ്ഥാനങ്ങളിലേക്ക് വെക്കണം. ഫിഷ് ഐറ്റംസും മീറ്റും പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഇനിയിപ്പം എടുത്ത് വെക്കണം. അതാണ് ഇനി അടുത്ത പണി. മല്ലിയില, കറിവേപ്പില, അതുപോലെ മിൻറ്റ് ലീവ്സും പിന്നെ പച്ചമുളക്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ടോ? ഇനി വെക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു രീതിയിലെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലെ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. മാത്രമല്ല കുറേ ദിവസം നമുക്ക് കേടില്ലാതെ മോശമാവാത്ത രീതിയിൽ സൂക്ഷിക്കാനും പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഗാർലിക് പീൽ ചെയ്തിട്ട് അതായത് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഉള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇതെല്ലാം ക്ലീനാക്കി കഴുകിയിട്ട് വേറെ തന്നെ ഒരു സ്റ്റോറേജ് ബോക്സിൽ വെക്കുക.
അങ്ങനെ ആകുമ്പോഴും ഭയങ്കര നമുക്ക് കിച്ചണിൽ കയറിയിട്ട് പണിയെടുക്കാൻ വലിയ മടി ഉണ്ടാവില്ല. അത് കുക്ക് ചെയ്യാൻ സമയത്ത് ഈ സംഭവങ്ങളെല്ലാം റെഡി ആണെങ്കിൽ നമ്മളെ പകുതി പണികൾ തീർന്ന ഒരു ഫീലാണ്. അപ്പം ഞാൻ പൊതുവേ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്, ഭയങ്കര മടിയാണ് എനിക്ക് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിനൊരു സമയം കണ്ടെത്തിയിട്ട് അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് നമ്മുടെ കിച്ചണിലെ പണികൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. സ്റ്റോറേജ് ബോക്സസിൻ്റെ ലിങ്കും ഞാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള 2-3 ഐറ്റംസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഒരു വൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഇല്ല, അത് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് വെക്കുന്ന വൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ടാവും ആ ഒരു ബോക്സ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. അതൊന്നും എനിക്ക് ഇവിടെ ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിയത്. പക്ഷേ ആ സെയിം കൈൻഡ് ഓഫ് ലിങ്ക് ഞാൻ ആ ഒരു സൈറ്റിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ലിങ്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എന്നോട് പലരും വന്ന് ചോദിക്കുന്നത് അത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. എനിക്ക് പിന്നെ ചിലപ്പോൾ സൈറ്റിൽ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാറില്ല ആ ഒരു കൈൻഡ് ബോക്സ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ച് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അരി റോട്ടിയും പിന്നെ ഉള്ളി വെച്ചിട്ടൊരു കറിയും പിന്നെ ഫിഷ് ഫ്രൈയും ആണ്. അപ്പോൾ ഫിഷ് ഫ്രൈക്കുള്ള മാരിനേഷൻ ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ട്, അതൊരു ഗാദറിങ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതിനുള്ള ഐറ്റംസും റെഡിയാക്കി എടുക്കണം. നമ്മൾ ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലാനാണ്. ഒരു ഡെസേർട്ടിൽ ക്യാമ്പിങ്ങിനായിട്ടാണ് പോകുന്നത്. ഡെസേർട്ട് എവിടെയല്ല, നമുക്ക് അലയിൽ തന്നെ കുറച്ച് ഉള്ളിലേക്കുള്ളൊരു ഏരിയയിലാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്. നമ്മുടെ അലയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒരു 3-4 ഫാമിലി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാൻ, രാവിലെ ഉണ്ടാക്കിയൊരു പ്ലാനായിരുന്നു നമുക്കിന്ന് ഡെസേർട്ടിൽ ക്യാമ്പിങ്ങിന് പോകാൻ. നല്ല തണുപ്പാണല്ലോ ഇവിടെ അലയിൽ. അപ്പം ഡെസേർട്ടിലൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. എന്തായാലും അവിടെ കുറച്ച് നല്ലോണം അവിടെ രാത്രി സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഐറ്റംസ് 1-2 ഐറ്റംസ് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ബാർബിക്യൂ ആക്കാനുള്ള പ്ലാനാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ചിക്കനും അതുപോലെ പ്രോൺസും മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഓരോരുത്തരും 2-3 ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. പുറത്തുനിന്ന് വാങ്ങാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് ലുലുവിലൊക്കെ കിട്ടും. ലുലുവിലും വേറെ ഏതൊക്കെയോ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതെന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അതേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ അങ്ങനെ ആ രീതിയിൽ വാങ്ങാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ വരിക, നല്ലൊരു ടേസ്റ്റും സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഇതാണ് പ്രോൺസിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നല്ല ഉച്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈമെല്ലാം നല്ല ബിസി ആയിരുന്നു. അപ്പം ആ റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പിക്കായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒന്നുകിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്തത്. നമ്മൾ ബാർബിക്യൂ പാർട്ടിയെല്ലാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ മാരിനേഷൻ കുറച്ച് നേരത്താക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൽ ഉപ്പൊക്കെ പിടിച്ച് വരും. അപ്പം ഞാനതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 9:30 മണിക്ക് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വിടാമെന്നുള്ളതാണ്. അന്ന് ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും അവിടെ എത്തിയത്. അൽഹംദുലില്ലാ കുറേ പേരുണ്ടായിരുന്നു, ഏകദേശം 10-20-25 ആൾക്കാരുണ്ടായിരുന്നു ഡാലിയിലുള്ള ടീം മാത്രമായിട്ട്. ഞങ്ങളൊരു 4 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു രസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തു നിന്ന് നമുക്ക് പോകാൻ പറ്റില്ല, അത്ര നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ജാക്കറ്റും സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷേ നമുക്കൊരു സഹിക്കാൻ പറ്റുന്ന തണുപ്പായതുകൊണ്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഇതിൽ അപ്പുറത്തെ തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. പെട്ടെന്ന് തിരിച്ച് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടാകാൻ. അപ്പോൾ അതാണ് അങ്ങനെ ഇതാണ് എൻ്റെ മാരിനേഷനൊക്കെ റെഡിയായി. ഞാനതെല്ലാം ടേബിളിൽ നിന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഹസ്ബൻഡ് കുറച്ച് ഉന്നക്കായിൻ്റെ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഉരുട്ടി വെക്കാമെന്ന് വിചാരിച്ചു, അതായത് ഫ്രിഡ്ജിലേക്ക്.
അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കൊണ്ടുള്ള പണ്ടം റെഡിയാക്കിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അതും സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. സ്റ്റീം ചെയ്യും, തൊലി കളഞ്ഞിട്ട് ഉന്നക്കായൻ്റെ പഴം തൊലി കളഞ്ഞ് സ്റ്റീം ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് അതിനെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ മാഷറാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ എനിക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉന്നക്കായ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. അതിൻ്റെ മടിയെന്നല്ല, എനിക്ക് നന്നായിട്ട് കിട്ടാറില്ല. അത് ഉടച്ച് അതൊരു പിന്നെ കുഴച്ച് ഒരു പരുവാക്കണമല്ലോ. അപ്പോൾ അത് എനിക്ക് നല്ല ലെവലിൽ കിട്ടാറില്ല. നമ്മൾ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ നല്ല ഈവണായിട്ട് എല്ലാം അരിഞ്ഞിട്ട് കിട്ടും. പക്ഷേ ബാക്കി എങ്ങനെ ചെയ്താലും നമുക്ക് ആ ഒരു ഡോ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ആ ഒരു മാവ് നല്ല രീതിയിലായിട്ട് കിട്ടാറില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞത്, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ആരാന്നുള്ളത് എനിക്കിപ്പോൾ സത്യത്തിൽ ഓർമ്മയില്ല. ഒരു കാര്യം അറിയാം, നാദാപുരത്തുള്ള ഒരു ലേഡിയാണ് എനിക്ക് പറഞ്ഞത്. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. അപ്പോൾ ഇതുപോലെ ചൂടോടെ തന്നെ ഉന്നക്കായൻ്റെ കായ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് പഴം ഇതിലേക്ക് ഇളം ചൂടോടുകൂടി തന്നെ, ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, പക്ഷേ ചൂടാറുന്നതിന് മുന്നേ ഈ സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഒരു മീഡിയം ചൂട് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. പെട്ടെന്ന് പണി കഴിഞ്ഞത്. കാരണം അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഈ പഴം മുഴുവനായിട്ട് ഞാൻ അത് ഉടച്ചെടുത്ത് ഡോ ആക്കി മാറ്റി. ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഉന്നക്കായ ഉണ്ടാക്കാനൊരു മടിയില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെയൊക്കെ അതിന് ശേഷം വീണ്ടും ഒരു 2.5 കിലോളം ഉന്നക്കായ വീണ്ടും കൊണ്ടുവന്ന് ഇതേ രീതിയിൽ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ആവശ്യമുള്ളവർ തന്നെ ആ ഒരു ലിങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഉന്നക്കായ പ്രസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ലിങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം കേട്ടോ. സംഭവം ഇത് പൊട്ടറ്റോ മാഷറാണ്, പക്ഷേ നമ്മൾ ഈ ഒരു പേർപ്പസിന് അടിപൊളിയാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ അതെല്ലാം സെറ്റായി നമ്മളിതാ പോവാനായിട്ട് റെഡിയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇതാ പോവാണ് പിന്നെ ഡെസേർട്ടിലേക്ക്. നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഒട്ടിച്ച സ്റ്റിക്കറായിരുന്നു ഇത്. അതെല്ലാം വണ്ടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതെല്ലാം റിമൂവ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡ് ബ്രദറിൻ്റെ മോനും കൂടി ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അവന് ലീവ് ആയതുകൊണ്ട് ഇവിടെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നത്. അവന് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും കൂടി നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇതവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇൻസ്ക്രീനിലും ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഷാഅല്ലാ കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്ന് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഐറ്റംസ് നമ്മൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ പോകാനുള്ള പ്ലാനുണ്ട്. പോവുകയാണെങ്കിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പലർക്കും വാങ്ങണമെന്നുണ്ട്, പക്ഷേ പ്രൈസൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റാത്ത ചിലരെങ്കിലും ചുരുക്കം ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് നമ്മൾ കുറച്ച് ഐറ്റംസ് സെയിലിടാൻ വേണ്ടിയിട്ട്, അതായത് ഡിസ്കൗണ്ട് പ്രൈസിലിടാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ഇൻഷാല്ലാ നാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഉള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഷെയർ ചെയ്ത എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവിടെ അവൈലബിൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലത് മാത്രമേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൂ. ആവശ്യമുള്ളവർ വന്നിട്ട് എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഡെസേർട്ടിലെത്തിയിട്ട് നല്ലൊരു നമുക്ക് പറ്റിയൊരു സ്പേസ് എല്ലാം കണ്ടെത്തി അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിൻ്റെ കസിൻസാണ് ഇതൊക്കെ. അവർ ഒരു 4-5 ഫാമിലി ഇവിടെ അലൈനിൽ മാത്രം തന്നെ ഉണ്ട് കേട്ടോ. മാഷാഅല്ലാ UAE അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫാമിലീസ് തന്നെ ഉണ്ട്. ഒരു ഗ്യാതറിങ് വെക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഉള്ള കൗണ്ട് തന്നെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ക്യാമ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുമ്പം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ഗ്യാദർ ചെയ്യാറുണ്ട്. വേറെ തന്നെ ഒരു രസമാണ്. ഡെസേർട്ടിൻ്റെ കുറച്ച് മിഡിലേക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ കണ്ടെത്തിയത്. അപ്പം വണ്ടി ഇപ്പോൾ കാറിൽ വരുന്നവർക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്രോൾ 2-3 ട്രിപ്പ് അടിച്ചു. അതായത് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ട് അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്.
അപ്പോൾ ആ ഒരു പണിയെല്ലാം എൻ്റെ മോൻ അമനാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരുടെയും സാധനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത്ര ഒരുപാട് ദൂരമില്ല, പക്ഷെ നമുക്ക് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ലേഡീസിന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ബാർബിക്യൂ എല്ലാമാണെങ്കിൽ ആ ഒരു സെക്ഷനെല്ലാം ജെൻസാണ് ഏറ്റെടുക്കാറ്. അവരാണ് തീ കത്തിക്കുന്നതും ചുടുന്നതും അങ്ങനത്തെ പണികളെല്ലാം അവർക്കുള്ളതാണ്. അവർ ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷനിൽ വരാം. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു നല്ലൊരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ക്യാമ്പിങ്സ്. റെസിപ്പി വീഡിയോസ് മാത്രമായിട്ടല്ല ഞാൻ ഷെയർ ചെയ്തിട്ട് ഒരുപാട് കാലമായി. പക്ഷേ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഞാൻ റെസിപ്പി വീഡിയോസ് അവിടെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ലോങ് വീഡിയോസ് ആയിട്ട് ഇവിടെ യൂട്യൂബിലും ചെയ്യണം എന്നുള്ളുണ്ട്. ആഗ്രഹം പലതും ഉണ്ട്, പക്ഷേ സമയപരിധി കാരണം എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് മാത്രം. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ഐറ്റംസ്. 2-3 ആൾക്കാർ എടുത്തത് കൊണ്ട് തന്നെ ഐറ്റംസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. നല്ല രസമാണത്. ഓരോരുത്തരുടെയും മാരിനേഷൻ ഓരോ രീതിയിലായിരിക്കും. പിന്നെ ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ ആകുമ്പം നമുക്ക് നല്ല രസമാണ്. പിന്നെ ലേറ്റ് നൈറ്റ്, അതായത് ഒരു 4 മണി വരെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു. മക്കളിത് ഒരു ഭാഗത്ത് നിന്ന് യൂനോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയണേ. അതിനനുസരിച്ച് എനിക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമല്ലോ ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Until then, take care. Thank you.